നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ PC-യിലെ 3 കിടിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോ സ്പെക്ക് വേരിയൻറ്റിലുള്ള PC-യിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷനാണ് വികാസ് പ്രോ. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വികാസ് പ്രോ. ഇതാണ് വികാസ് പ്രോ. അപ്പോൾ നമ്മുടെ എൻ്റെ PC സ്പെക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ലോ എൻ്റെ PC-യിൽ പോലും ഇത് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ PC സ്പെക്കിലോട്ട് നമുക്കൊന്ന് പോകാം. അപ്പോൾ എൻ്റെ PC സ്പെക്ക് ഇതാണ്. പ്രൊസസ്സർ വരുന്നത് പെൻറ്റിയം ഡ്യുവൽ കോർ ആണ് പ്രൊസസ്സർ വരുന്നത്. അതുപോലെ ഈ റാം വരുന്നത് 2GB റാമാണ്. ഞാൻ ഇതിനകത്ത് 2GB റാം ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അഡീഷണൽ റാം ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. 64 ബിറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ വീഡിയോ എഡിറ്റിംഗ് ടൂളിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റിലെ ഒരു വീഡിയോ എടുക്കാൻ നമുക്കിവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ അടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പം എക്സ്പ്ലോറിംഗ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതുപോലെ വീഡിയോ എഫക്ട്സ് ഉണ്ട്. വീഡിയോ എഫക്ട്സിനകത്താണ് നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കളറും കാര്യങ്ങളും കിടപ്പുണ്ട്, കളർ കൺവേർട്ടർ, കളർ മാച്ച്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എഫക്ട്സിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ മീഡിയ ഗാരേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കളർ ഗ്രേഡിയൻറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഈ ഒരു വികാസ് പ്രോയ്ക്കകത്ത് നമുക്കുണ്ട്. ഇത് സോണിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. സോണി വികാസ് പ്രോ എന്നാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഫുൾ നെയിം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. അടുത്ത മൂവി AV വീഡിയോ എഡിറ്റിംഗ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് വീഡിയോ എഡിറ്റിംഗ് പ്ലസ് 220 ആണ്. അപ്പോൾ 2020 മോഡൽ വന്ന വേർഷനിലെ സോഫ്റ്റ്വെയർ ആണിത്. ഇപ്പം ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഇച്ചിരി കൂടെ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ടെക്സ്റ്റും കാര്യങ്ങളും കൊണ്ടൊന്ന് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ഇത് നമുക്ക് ഏകദേശം 2GB റാം 1GB റാം ഒക്കെ മതി. ഏകദേശം 1GB റാം മതി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർസ്, ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ സപ്പോർട്ട് ആവാൻ. ഒരുപാട് റാമും കാര്യങ്ങളും നിങ്ങൾ ഇത് ചെയ്യണമെന്നില്ല. പിന്നെ നല്ല നല്ല വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇപ്പോൾ പ്രീമിയർ പ്രോ അതുപോലെ നമുക്ക് വരുന്നത് അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യണമെങ്കിൽ നല്ല ഇച്ചിരി റാമും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ റിസോൾവ് എന്ന് പറഞ്ഞൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ റൺ ആവണമെങ്കിൽ നമ്മുടെ ജി പി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നല്ലൊരു GPയിലാണെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുള്ളൂ. ഇനി നമുക്ക് മൂവി AV എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആഡ് ഫയൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കൊണ്ടൊന്ന് ആഡ് ചെയ്യാൻ പറ്റും. ആ വീഡിയോ ഇവിടെ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വീഡിയോ കൊണ്ടിടാം. അതിൻ്റെ താഴെ മ്യൂസിക് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് മീഡിയ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ കൊടുത്താൽ മതി. ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഇതാണ് കൊടുക്കേണ്ടത്, ഏത് സോങ് കാര്യങ്ങൾ സൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സോങ്സ്, നിങ്ങൾ സോങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിനകത്തുള്ള സോങ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ സോങ്ങിനെ ഇങ്ങോട്ട് ജസ്റ്റ് കൊണ്ടുവന്ന് ഇത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് നോൺ കോപ്പി റൈറ്റിൻ്റെ ഒരു മ്യൂസിക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഓപ്പൺ കൊടുത്തു, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മ്യൂസിക്കിനെ എടുത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ പാത്തിലോട്ടും സോങ്ങിനെ എടുത്ത് വീഡിയോയുടെ പാത്തിലോട്ടും നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഈ സെക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിക്കാത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ കാണിച്ചാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് ഒക്കെ കിട്ടും. കാര്യം ഇതൊരു മൂവിയുടെ ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാനല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഒരിക്കലും അത് എഡിറ്റ് ചെയ്യാനല്ല, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സോങ്സും കാര്യങ്ങളും കൊടുക്കണം, അല്ലെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം. ഇവിടെ എഫക്റ്റും കാര്യങ്ങളും കൊണ്ടുവരണം. അതിലിപ്പം ഫയൽസ് ഇമ്പോർട്ട്, അതുപോലെ മീഡിയ ബാന്, സൗണ്ട്, മ്യൂസിക്, അതുപോലെ സാമ്പിൾ വീഡിയോസ്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കിടന്ന് കുറച്ച് ഓപ്ഷൻസ് ഈ ഒരു വീഡിയോ ടൂളിലുണ്ട്. അതൊരു ഒരു സ്റ്റിക്കിൻ്റെ പടമൊക്കെ കാണിച്ചേക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം നോയ്സ്, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ ആർട്ട്, ബ്ലർ, അതുപോലെ കളർ ഫിൽറ്റർ, ഫ്ലൈ, അതുപോലെ ലൈറ്റ്, ഇതിൽ കുറച്ച് പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് വീഡിയോ എഡിറ്റിംഗ് ടൂളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് വീഡിയോസ് ടൂൾസൊക്കെ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് സാധിക്കും. ഇനി ലാസ്റ്റ് വൺ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലാസ്റ്റ് ടൂളാണ് ഷോർട്ട് കട്ട് പ്രോ എന്നാണ് ഈ പറയുന്നത്. ഷോർട്ട് കട്ട് വീഡിയോ എഡിറ്റിംഗ് ടൂളാണ് ഇത്. ഏറ്റവും ലോ എൻഡ് വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്. നമുക്ക് എത്ര സ്റ്റോറേജ് ലോ ആയാൽ പോലും ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂള് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആവും. പക്ഷേ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂളിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിലും നല്ലത് നമുക്ക് വികാസ് പ്രോയും മിവിയും വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും ഇച്ചിരി നല്ലത്. കാര്യം നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ടൂളിൽ നമ്മൾ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ അത്രത്തോളം നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാൻ ഓരോ വീഡിയോ എഡിറ്റിംഗ് ടൂളിനെയും താഴ്ത്തി പറയുമല്ല. ചില വീഡിയോ എഡിറ്റിംഗ് ടൂളിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് കാണില്ല, അതേ ഉള്ളൂ പ്രശ്നം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഫയൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊജക്റ്റ് നെയിം എന്തെങ്കിലും കൊടുത്ത ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇതിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ഫയൽ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവിടെ ആ വീഡിയോ ഓൾറെഡി അവിടെ ആഡ് ആയിക്കോളും. ഇത്രയും കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീഡിയോയുടെ ഫയലും സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് രീതിയിൽ പ്രൊഫഷണൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ കളർ അഡ്ജസ്റ്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഇത് മാത്രം ഞാൻ കണ്ടില്ല. ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടു, പക്ഷേ അവിടെ കളർ അഡ്ജസ്റ്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല. ഇവിടെ പ്ലസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കളറിൻ്റെ കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഇവിടെ പ്രൊഫഷണൽ ടൂളായിട്ട് എടുത്തു കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോയുടെ താഴെ പ്ലസ് ബട്ടൺ കാണും. അവിടെ തന്നെ ആയിരിക്കും ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൂൾസൊക്കെ കൊടുത്തിരിക്കുന്ന സെഗ്മെൻറ്റ്. ഇവിടെ കുറേ അധികം കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇച്ചിരി പ്രൊഫഷണലായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഈ 3 വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. ഡയറക്റ്റ് നിങ്ങളുടെ മൊബൈൽ മുഖേന ഡൗൺലോഡ് ചെയ്യാം, PC മുഖേന ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.